ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി നമ്മുടെ ക്രെറ്റയിൽ സമ്മർ എഡിഷൻ്റെ അപ്ഡേറ്റ് വന്നിരുന്നു. ആ സമ്മർ എഡിഷൻ വന്ന അപ്ഡേറ്റിൽ ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ് വന്നത് നിങ്ങൾ ഈ കാണുന്ന EX ഓപ്ഷണൽ സമ്മർ എഡിഷനാണ്. 7ഓളം ചേഞ്ചസ് ആണ് ഈ വേരിയൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സമ്മർ എഡിഷൻ EX വേരിയൻറ്റിൽ വരുന്നുണ്ട്, EX ഓപ്ഷനിൽ വരുന്നുണ്ട്, S ഓപ്ഷൻ സമ്മർ എഡിഷൻ വരുന്നുണ്ട്, SX ഓപ്ഷനിലും സമ്മർ എഡിഷൻ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു വേരിയൻറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് EX ഓപ്ഷൻ സമ്മർ എഡിഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് EX നോർമൽ വേഴ്സസ് EX സമ്മർ എഡിഷൻ പ്രൈസ് ഡിഫറൻസ് നോക്കാം. അതുപോലെ തന്നെ സമ്മർ എഡിഷൻ വേഴ്സസ് S ഓപ്ഷൻ സമ്മർ എഡിഷൻ്റെയും പ്രൈസ് ഡിഫറൻസും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് വന്ന ഹ്യൂണ്ടായി ക്രെറ്റയുടെ EX ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന EX ഓപ്ഷൻ സമ്മർ എഡിഷനാണിത്. EX ഓപ്ഷൻ എടുക്കുന്നവർക്ക് കൺസേൺ ആയിട്ട് വന്നിരുന്ന അല്ലെങ്കിൽ അവർ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടാണ് EX ഓപ്ഷൻ സമ്മർ എഡിഷനെ ഹ്യൂണ്ടായി അവതരിപ്പിച്ചിരിക്കുന്നത്. EX ഓപ്ഷൻ സമ്മർ എഡിഷൻ വന്നതോടുകൂടി ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു ക്രെറ്റ വാങ്ങണമെങ്കിൽ, അതും ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വേരിയൻ്റായിട്ട് EX ഓപ്ഷണൽ സമ്മർ എഡിഷൻ മാറിയിട്ടുണ്ട്. EX എടുക്കണോ EX ഓപ്ഷൻ സമ്മർ എഡിഷൻ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ക്രെറ്റ മതി, അതിനകത്ത് ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് EX ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. അതല്ല ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് വേണം, പുറത്ത് നിന്നുള്ള ആക്സസറി ആയിട്ട് അലോയ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് EX ഓപ്ഷൻ സമ്മർ എഡിഷൻ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ S ഓപ്ഷൻ വേഴ്സസ് EX ഓപ്ഷൻ സമ്മർ എഡിഷൻ നോക്കുകയാണ് ഏതാണ് വാല്യൂ ഫോർ മണി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി സ്റ്റിൽ S ഓപ്ഷൻ വേരിയൻറ്റ് തന്നെയാണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മളുടെ കണക്റ്റഡ് DRL വന്നു എന്നുള്ളതാണ്. നമുക്ക് EX ഓപ്ഷൻ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു കണക്റ്റഡ് DRL ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഫുൾ LED ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ പൊസിഷൻ ലാമ്പ് കാര്യങ്ങൾ വന്നു, ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൽ വരുന്ന അതേ കോഡ് ബീം ഹെഡ്ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ലോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന LED ഹെഡ്ലൈറ്റുകളാണ്. വേറെ ഫോഗ് ലൈറ്റ് ഒന്നും ക്രെറ്റയുടെ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിലെ ഈ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ എല്ലാ വേരിയൻറ്റിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്രില്ല് EX ഓപ്ഷൻ വേരിയൻറ്റ് ഇപ്പോഴും ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. S ഓപ്ഷൻ വേരിയൻറ്റോട്ട് നമുക്കതൊരു ഗ്ലോസി ഫിനിഷിലേക്ക് ലഭിക്കും. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാന മാറ്റം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം നമുക്ക് അലോയ്സിൻ്റെ ലുക്കുള്ള ഒരു വീൽ കപ്പുകൾ ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോയ്സ് പോലെ തോന്നിക്കും. ഹൈപ്പർ സ്റ്റൈൽ വീൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷൊക്കെ കണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. 16 ഇഞ്ച് വീൽസ് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. 205, 65, 16. ഇനിയും S ഓപ്ഷൻ വേരിയൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 17 ഇഞ്ച് ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ്സ് ലഭിക്കും. അതാണ് ഡിഫറൻസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. വശങ്ങളിലെല്ലാം ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഈ വശങ്ങളിലായിട്ടും താഴെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, പക്ഷേ ഇപ്പോഴും ഫെൻഡേഴ്സിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതും കൂടിയും ഹ്യൂണ്ടായിക്ക് ആ ഒരു മിററിലേക്ക് ചേഞ്ച് ചെയ്യാമായിരുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി വേറൊരു മെയിൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ കീയിലാണ്. ഇപ്പോൾ ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണലായിട്ട് കീ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസറും പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശത്ത് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. റൂഫ് റെയിൽസ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, കാണാനായിട്ട് പറ്റും. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ക്രെറ്റയുടെ ഒരു ടോപ്പ് എൻഡ് ആയിട്ടോ അല്ലെങ്കിൽ S ഓപ്ഷൻ വേരിയൻ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നൊരു ഡിഫറൻസ് വശങ്ങളിൽ അലോയ്സ് വരുന്നില്ല, റൂഫ് റെയിൽസ് വരുന്നില്ല എന്നുള്ളതാണ് മേജറായിട്ട് വരുന്ന മാറ്റം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴെയുള്ള ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റിവേഴ്സ് ലൈറ്റ് കാണാം. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോഴും നമുക്ക് ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. വൈപ്പർ, വാഷർ, ഡീഫോഗർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. റിവേഴ്സ് ക്യാമറ ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നുമില്ല. ആ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് ബാക്കിലും കാണാം. റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം.
ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. വേറെ ബൂട്ട് ലൈറ്റോ സംഭവങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് സ്പെയർ വീല് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്ന സെയിം വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് പല മാനുഫാക്ചേഴ്സും ഇപ്പോൾ റീസെൻ്റ്ലി വന്ന നമ്മളുടെ ഡസ്റ്ററിൽ പോലും സ്പെയർ വീല് വരുന്നില്ല. പക്ഷേ സ്റ്റിൽ ക്രെറ്റയിൽ സ്പെയർ വീൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിൽ നിന്നുള്ള മാറ്റം. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പോൾ റിക്വസ്റ്റ് സെൻസർ വന്നു, അതാണ് മേജറായിട്ടുള്ള ഡിഫറൻസ്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല, എല്ലാം സിമിലറായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും മാനുവലി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്, സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ആ വൈറ്റ് ഫിനിഷിൽ ഫാബ്രിക് സീറ്റുകൾ തന്നെയാണ് വരുന്നത്. അഡീഷണലി കാണുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്. EX ഓപ്ഷണൽ വേരിയൻറ്റ് ഉണ്ടായില്ല, ഇപ്പോൾ അഡീഷണലി വന്നിട്ടുണ്ട്. ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. AC വെൻസിനെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. EX ഓപ്ഷൻ സമ്മർ എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ S ഓപ്ഷൻ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ഓട്ടോ AC വരുന്നില്ല, നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ലുക്കും ലേഔട്ടും എക്സാക്ട് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ EX വേരിയൻ്റ് EX ഓപ്ഷണൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റീരിയറിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല, ഓൾമോസ്റ്റ് സിമിലറാണ്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത് 4 സ്പോക്കാണ്. അവിടെ എല്ലാം സിൽവർ ഫിനിഷ് കാണാം. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഡീസൽ ഓട്ടോമാറ്റിക്കിലും പാഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇത് EX ഓപ്ഷൻ സമ്മർ എഡിഷൻ IVT ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്. ഇടതുവശമായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്റർ RPM മീറ്റർ ഡിജിറ്റലായിട്ട് കാണാൻ നടക്കുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സെയിം സ്ക്രീൻ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു. 4 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. 2 ടച്ച് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു EX ഓപ്ഷണൽ വേരിയൻറ്റിൽ ക്യാമറയും ഗൈഡ് ലൈൻസും ഉണ്ടായില്ല, അതിപ്പോൾ അഡീഷണൽ ഈ വേരിയൻറ്റിൽ വന്നതാണ്. പാർക്കിംഗ് സെൻസേഴ്സ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഡീസൻറ്റ് ക്ലാരിറ്റി അത് ഫുൾ സ്ക്രീനിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതാ പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും, അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ്, അത് ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കാണാം. അതിന് താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, Type C ചാർജിങ് പോർട്ട് കാണാം. IVT ഗിയർ ലിവർ, ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷാണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് കാണാം. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ വെസൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs കൊടുത്തിരിക്കുന്നു. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. പിന്നെ ക്രെറ്റയുടെ EX വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ EX ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിരുന്ന പനോറമിക് സൺറൂഫ് നമുക്ക് ഇതിനകത്തും കാണാനായിട്ട് പറ്റും. അപ്പോൾ EX ഓപ്ഷണൽ വേരിയൻറ്റ് തൊട്ട് നമുക്ക് സൺറൂഫ്, അതിൽ പനോറമിക് സൺറൂഫും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സാണ്. കൂൾഡോ ലൈറ്റ് ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നതും എക്സ്റ്റീരിയറിലാണ്. ഇൻറ്റീരിയറിൽ EX ഓപ്ഷൻ വേരിയൻ്റായിട്ട് ഓൾമോസ്റ്റ് സിമിലറാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വയലായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് സിമിലറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ബാക്കിൽ സൺ ബ്ലൈൻഡ്സ് വന്നു എന്നുള്ളതും ഈ സമ്മർ എഡിഷനിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. അതിനകത്തൊരു Type C ചാർജിങ് പോർട്ടുകളും കാണാം. മൊബൈൽ വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും നമുക്ക് കാണാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം.
സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് വരുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് പറയാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ വശങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും കാണാം. പാർസൽ ട്രേ വരുന്നില്ല, ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ക്രെറ്റയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് പോലെയുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഗ്ലോബൽ എൻ ക്യാപ്പിൽ 3 സ്റ്റാർ ആണ്. ഭാരത് എൻ ക്യാപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 സ്റ്റാർ ഒക്കെ ലഭിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് സമ്മർ എഡിഷൻ EX ഓപ്ഷൻ സമ്മർ എഡിഷനിൽ നമ്മളുടെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിൻ 113 HP പവറും 144 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. മൈലേജ് കമ്പനി 16-17 ഒക്കെ പറയും, റിയൽ ലൈഫിൽ ഒരു 12-നും 13-നും ഇടയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഈ സെയിം വാഹനത്തിൽ തന്നെ നമുക്ക് ഡീസൽ അവൈലബിൾ ആണ്. ഡീസൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ലഭിക്കുന്നുണ്ട്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 114 HP പവറും 250 Nm ടോർക്കുമാണ്. മൈലേജ് നോക്കുന്നവർ ഡീസലിലേക്ക് പോവുക. ഓടിക്കാൻ കുറച്ചുകൂടി രസവും ഡീസൽ തന്നെയാണ്. എന്നാൽ അത്യാവശ്യം ഓട്ടോ ഉള്ളവർ മാത്രം ഡീസൽ എടുക്കുക, അല്ലെങ്കിൽ അത് മുതലാവില്ല. കാര്യം 2 ലക്ഷം രൂപയുടെ ഒക്കെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. മൈലേജാണ് ഹൈലൈറ്റ്. ആവറേജ് ഒരു 15-നും 17-നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പ്രൈസ് നോക്കാം. അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവിടെ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണുന്നത് മിക്കവാറും ഈ ഒരു പൊസിഷൻ തൊട്ട് ബാക്കിലേക്കായിരിക്കും. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിയതിന് ശേഷം പിന്നെ ഇതാണ് പലരും കാണാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു അപ്ഡേറ്റ് തരാനായിട്ടുള്ള കാര്യം. ഇനി EX വേരിയൻറ്റിലേക്ക് വന്നാൽ EX ബേസ് വേരിയൻറ്റ് പെട്രോൾ മാനുവൽ 12,90,000 രൂപയും ഡീസൽ മാനുവൽ വേരിയൻറ്റിന് 14,81 പ്രൈസ് വരുന്നത്. അതായത് ബേസ് പെട്രോളിന് 12,90, ബേസ് ഡീസലിന് 14,81. ഈ EX സമ്മർ എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ബേസ് വേരിയൻറ്റിൽ സമ്മർ എഡിഷനിലേക്ക് വന്നാൽ പെട്രോൾ മാനുവലിന് 14,39,000 രൂപയും ഡീസൽ മാനുവലിന് 16,24,000 രൂപയാണ് പ്രൈസ് വരുന്നത്. EX ബേസ് വേരിയൻറ്റ് സമ്മർ എഡിഷനിൽ അഡീഷണലി വന്നിരിക്കുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഫീച്ചറിന് വേണ്ടി മാത്രം 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുന്നത് നഷ്ടമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബേസ് വേരിയൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ EX വേരിയൻറ്റ് തന്നെയാണ് നല്ലത്. സമ്മർ എഡിഷനേക്കാളും ബെറ്ററും വാല്യൂ ഫോർ മണിയും അത് തന്നെയാണ്. ഇനി EX ഓപ്ഷണൽ വേരിയൻറ്റിലേക്ക് വന്നാൽ, EX ഓപ്ഷൻ സമ്മർ എഡിഷൻ അല്ല, EX ഓപ്ഷണൽ പെട്രോൾ മാനുവൽ 15 ലക്ഷം രൂപ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 16,61,000 രൂപ, ഡീസൽ മാനുവൽ ആണെങ്കിൽ 16,83, ഡീസൽ ഓട്ടോമാറ്റിക് 18,73,000 രൂപയാണ് പ്രൈസ് വരുന്നത്. EX ഓപ്ഷൻ സമ്മർ എഡിഷനിലേക്ക് വന്നാൽ പെട്രോൾ മാനുവലിന് 15,66,000 രൂപ, അതായത് ഏകദേശം 60,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി EX ഓപ്ഷൻ സമ്മർ എഡിഷൻ പെട്രോൾ IVT ഓട്ടോമാറ്റിക്, നിങ്ങൾ ഈ കാണുന്ന വാഹനം നിങ്ങൾക്ക് 17,26,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഡീസൽ മാനുവൽ ആണെങ്കിൽ 17,51, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19,43,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് EX ഓപ്ഷണൽ വേരിയൻറ്റും EX ഓപ്ഷൻ സമ്മർ എഡിഷനും തമ്മിൽ 60,000 തൊട്ട് 80,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. ആ ഒരു പ്രൈസ് ഡിഫറൻസിന് ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. കാരണം നമുക്ക് ഒരു ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് കിട്ടുന്നുണ്ട്. DRL ഹെഡ്ലൈറ്റ് മാറ്റങ്ങൾ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, ഒരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ EX ഓപ്ഷനേക്കാളും വാല്യൂ ഫോർ മണി ആയിട്ട് EX ഓപ്ഷൻ സമ്മർ എഡിഷൻ കൺസിഡർ ചെയ്യാം. ഈ സമ്മർ എഡിഷൻ ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നതും എൻ്റെ അഭിപ്രായത്തിൽ EX ഓപ്ഷൻ സമ്മർ എഡിഷന് തന്നെയാണ്. ഇനി S ഓപ്ഷൻ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ S ഓപ്ഷൻ സമ്മർ എഡിഷൻ പെട്രോൾ മാനുവലിന് 16,92,000 രൂപയും പെട്രോൾ IVT ഓട്ടോമാറ്റിക്കിന് 18,94,000, ഡീസൽ മാനുവൽ 19,14, ഡീസൽ ഓട്ടോമാറ്റിക് 20,88,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് S ഓപ്ഷണൽ സമ്മർ എഡിഷൻ. അഡീഷണലി S ഓപ്ഷൻ വേരിയൻറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് ഡാഷ് ക്യാം ആണ്, പക്ഷേ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ EX ഓപ്ഷൻ സമ്മർ എഡിഷനും S ഓപ്ഷൻ സമ്മർ എഡിഷനുമായിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 1,70,70,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 1,40,40,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. അതായത് 1,40,40,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ EX ഓപ്ഷൻ സമ്മർ എഡിഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള S ഓപ്ഷൻ സമ്മർ എഡിഷൻ ലഭിക്കും. അഡീഷണലി എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ് കിട്ടും, 17 ഇഞ്ച് ബ്ലാക്ക് ഫിനിഷിലുള്ളത്.
പിന്നെ നമുക്ക് ബാക്കിൽ വൈപ്പർ, വാഷർ, ഡീഫോഗർ സംഭവങ്ങൾ കിട്ടും. റൂഫ് റെയിൽസ് ലഭിക്കും. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ലഭിക്കും, ഓട്ടോ AC ലഭിക്കും. ഇതാണ് മേജറായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അത്രയും മാറ്റങ്ങൾക്ക് വേണ്ടി 1.4 lakhs സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെറ്റ പോലെ ഒരു വാഹനം എടുക്കുമ്പോൾ അത്രയെങ്കിലും ഫീച്ചേഴ്സ് അഡീഷണലി വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതൊരു എക്സ്ട്രാ പൈസയല്ല. കാര്യം നിങ്ങളിപ്പോൾ ഈ വാഹനം എടുത്തു, നിങ്ങൾക്ക് 17 ഇഞ്ച് അല്ലെങ്കിൽ 18 ഇഞ്ച് അലൗസിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ടയറും സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടെ ഏകദേശം 70,000 രൂപ വരും 4 വീൽസിന്. പ്ലസ് ബാക്കി വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആക്സസറി ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ വേരിയൻ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ സമ്മർ എഡിഷൻ തന്നെയാണ് സ്റ്റിൽ വാല്യൂ ഫോർ മണി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. മൂവാറ്റുപുഴയിലെ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പറാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഈ പുതിയ ക്രെറ്റ ബുക്ക് ചെയ്യാനാണെങ്കിലും വെന്യൂ ആണെങ്കിലും ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.